ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സോയാബീൻ വെച്ചിട്ടുള്ള ഒരു കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ്. അപാര ടേസ്റ്റാണ് കേട്ടോ ഇതിന്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആ ഓൾ ബട്ടണും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഒപ്പം തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുറച്ച് സോയാബീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാദ്യം ഒന്ന് കുതിർത്തിയെടുക്കാം. അതിനു മുമ്പ് ആദ്യം ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. എന്നിട്ട് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 10 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായി അടിച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഞാൻ അതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി പാത്രം മാറ്റിയിരുന്നു കേട്ടോ. ഇനി ഇതുപോലെ കുറേശ്ശെ ആയിട്ട് എടുത്ത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ഇത്രയും വ്യക്തമായിട്ട് കാണിക്കുന്നത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇനി എല്ലാം എടുത്തിട്ട് ഇനി ഇതുപോലെ ഓരോന്നായിട്ട് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വലിപ്പം കൂടിയത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നേരത്തെ അരച്ച് വെച്ചതില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കളർ കൂട്ടണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചാറ്റ് മസാലയാണ്. അതും കൂടി ഇനി 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കൂട്ടോ, നല്ല ടേസ്റ്റാണ്. പാകത്തിന് ഉപ്പും ചേർത്ത് ഇനി 1 നാരങ്ങയുടെ നീര് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള നാരങ്ങ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. എന്നിട്ടാണ് ഞാൻ ഇത് ഫ്രൈ ആക്കി എടുത്തത്. ഫ്രൈ ആക്കിയത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. സാധാരണ നമ്മൾ ഫ്രൈ ആക്കുന്നത് പോലെ ഫ്രൈ ആക്കി എടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ആദ്യം വേവിച്ചെടുത്തിട്ട് പിന്നെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും അതിലിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇതുപോലെയാണ് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൽ 1-2 സാധനം കൂടി എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അതാണ് ഇത് ഇത്രയും ടേസ്റ്റ് കൂടാൻ കാരണമായിട്ടുള്ളത്. അത് എന്താണ് ഞാൻ കൂട്ടിയത് എന്ന് ഞാൻ വഴിയെ പറയാട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി നമുക്ക് വേണ്ടത് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. ഒരു മീഡിയം സൈസിലുള്ള സവാളയും 2 ചെറിയ സവാളയുമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ മുറിച്ചെടുക്കണം. നടുകെ മുറിച്ച് പിന്നെ ഇതുപോലെ 3ആക്കി മുറിച്ച് ഇതുപോലെ ഓരോരോ ഇതളുകളാക്കിയിട്ട് അടർത്തി മാറ്റി എടുക്കാവുന്നതാണ്. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ബാക്കിയെല്ലാം ഇനി ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ക്യാപ്സിക്കമാണ്. ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തണ്ടും കുരുവൊക്കെ നമുക്കൊന്ന് കളഞ്ഞ് മാറ്റാം. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ മുറിച്ച് അതേ വലിപ്പത്തിന് തന്നെ ഒന്ന് മുറിച്ചെടുത്താൽ മതി. ഉള്ളി മുറിച്ച് അതേ വലിപ്പത്തിൽ. ഇനി ഇതും നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വേണ്ടത് 2 തക്കാളിയാണ്. നന്നായിട്ട് പഴുത്ത തക്കാളി തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഈ തക്കാളി ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതുപോലെയാണ് കിട്ടേണ്ടത്. ഇനി ഇതും മാറ്റി വെക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള സവാളയില്ലേ, അത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൽ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. സോയാബീൻ നമ്മൾ പൊരിക്കുന്ന സമയത്ത് ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കാത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ഈ ഉള്ളിയുടെ
പച്ചമണം ഒന്ന് മാറിക്കിട്ടുന്നത് വരേക്കും, അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ചായി വന്നാൽ മതി. ഒന്ന് വാടിയതുപോലെ വരില്ലേ, ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഒത്തിരി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്താണ് നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ക്യാപ്സിക്കവും ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല, അതും ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇപ്പോൾ ഇത് രണ്ടും നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ആ തക്കാളിയുടെ പേസ്റ്റ് ഇല്ല, അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതൊരു 5 മിനിറ്റ് മൂടി വെക്കണം. ഈ തക്കാളിയുടെ നീര് ഉള്ളിയിലും ക്യാപ്സിക്കത്തിലും ഒന്ന് പിടിച്ച് കിട്ടട്ടെ. എന്നിട്ട് 5 മിനിറ്റ് ശേഷം ഇതുപോലെ ഒന്ന് മൂടി തുറന്ന് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സോയാബീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതും ഒരു 5 മിനിറ്റ് മൂടി വെക്കണം. എന്നിട്ട് വീണ്ടും മൂടി തുറന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ബാക്കിയെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സോയാബീനിൽ എന്തിനാണ് സോയാ സോസ് ചേർത്തതെന്ന്. പക്ഷേ നല്ല ടേസ്റ്റാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തു നോക്കൂ. ഇനി 1 ടേബിൾ സ്പൂണോളം ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. രണ്ടാമത്തെ ടിപ്പ് അതാണ് കേട്ടോ, സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നതാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്തു നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസും ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാലയും അതുപോലെ തന്നെ ചാറ്റ് മസാലയും സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒരു സോയാബീൻ കൊണ്ടാട്ടത്തിന് അത്രയും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു പോകും. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെക്കണം. പിന്നെ ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. കറിവേപ്പിൻ്റെ ഇലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിപ്പോൾ നമ്മളുടെ ഇതെല്ലാം ഈ സോയാബീൻ കൊണ്ടാട്ടം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, അതുപോലെ തന്നെയാണ് ചൂടോട് കൂടി കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയോ. ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. കുറച്ചും കൂടി കൂടുതൽ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ബ്രെഡും ഈ സോയാബീൻ കൊണ്ടാട്ടവും നല്ല കോമ്പിനേഷനാണ്. കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ചു നോക്കൂ, എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.